ഹായ്, ഡോക്ടർ സൂര്യാസ് ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഴക്കാലം എത്തിയതോടുകൂടി നമ്മൾ പലതരത്തിലുള്ള പനികളെക്കുറിച്ചും കേൾക്കാൻ തുടങ്ങി. ഇന്ന് നമുക്ക് ഡെങ്കി ഫീവറിനെ കുറിച്ച് സംസാരിക്കാം. ഡെങ്കി ഫീവർ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന പെൺകൊതുകുകൾ കുത്തുന്നത് മൂലമാണ്. സാധാരണ പനികൾ പകരുന്നത് പോലെ സാമീപ്യത്തിലൂടെ അല്ലെങ്കിൽ സമ്പർക്കത്തിലൂടെയൊന്നും ഈ ഡെങ്കി ഫീവർ പകരാറില്ല. ഡെങ്കി ഫീവറിന് 3 ഫേസാണുള്ളത്. അതായത് ആദ്യത്തേത് ഫിബ്രൈൽ ഫേസ് എന്ന് പറയും. അവിടെ പേഷ്യൻറ്റിന് നല്ല ചൂടുണ്ടാകും, അതോടൊപ്പം തന്നെ നല്ല തലവേദന, കണ്ണിന് വേദന, ശരീരമാസകലം വേദന, ജോയിൻസിനൊക്കെ നല്ല വേദന, ചില ആളുകളിൽ സ്കിന്നിൽ ചെറിയ ചുമന്ന തടിപ്പുകളൊക്കെ കാണാറുണ്ട്. ഇതാണ് ഫിബ്രൈൽ ഫേസ്. നമ്മുടെ ഇന്ന് കാണുന്ന ഈ ടൈപ്പ് 2 ഡെങ്കി ഫീവറിൽ കൂടുതൽ ആളുകളും ഈ ഫിബ്രൈൽ ഫേസോടുകൂടി തന്നെ പനി മാറിപ്പോകുന്നതാണ്. അതായത് 3-4 ദിവസം കൊണ്ട് തന്നെ അവരുടെ പനി മാറിപ്പോകും. ഒരു 20% ആളുകൾ മാത്രം ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് കടക്കാറുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. കിഡ്നിയെ ലിവറിനെയൊക്കെ ബാധിക്കാറുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറയാറുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ബ്ലീഡിങ്ങുകളൊക്കെ ശരീരത്തിലുണ്ടാകും. മോണയിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാകാം, മലത്തിലൂടെ ബ്ലഡ് പോകാം, യൂറിൻ്റെ അളവ് കുറയാം, ശരീരം ആകമാനം ചുവന്ന തടിപ്പുകൾ, ചൊറിച്ചിൽ ഒക്കെ കാണപ്പെടാം. ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ. പിന്നെ റിക്കവറി സ്റ്റേജിൽ നമ്മുടെ ക്രിട്ടിക്കൽ സ്റ്റേജിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും റിക്കവറി സ്റ്റേജ്. ഇനി നമുക്ക് ആരൊക്കെയാണ് ഇത് വരാതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നവർ, അതായത് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ പ്രായം ഒരുപാടുള്ളവർ, ഹൈ BP, ഷുഗർ ഒക്കെ ഉള്ളവർ, ഹാർട്ടിന് അസുഖമുള്ളവർ, ബ്രോങ്കൈൽ ആസ്മയുള്ളവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അതുപോലെ തന്നെ കിഡ്നി ഡിസീസൊക്കെ ഉള്ളവർ. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഡെങ്കി ഫീവർ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രിവെൻഷൻ എന്താണ്? പ്രിവെൻഷൻ ഏറ്റവും വലിയത് നമ്മുടെ കൊതുക് നിവാരണം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഹൈജീൻ നമ്മൾ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രിവെൻഷൻ. പിന്നെ ഇനി ഇവ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ്, ഈ സീസണിൽ ഏതെങ്കിലും പനിയുടെ സിംറ്റംസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ സ്വയം ചികിത്സ ചെയ്യാതെ തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച് മരുന്ന് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഡെങ്കി ഫീവറിനെ നമുക്ക് ഒരു പരിധിവരെ മാറ്റി നിർത്താവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.